കഴിഞ്ഞ 22-ാം തീയതി ഞങ്ങൾ കുടുംബമായി ഇവിടെ വന്നിരുന്നു. പാസ്റ്റർ അന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പാരാതൈറോയിഡിൻ്റെ ഒരു ഓപ്പറേഷൻ്റെ ഇത് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു. എനിക്ക് കഴിഞ്ഞ ജൂണിൽ 800 ചില്ലാനം പിന്നെ 701 13 മടങ്ങ് അധികമായിരുന്നു എൻ്റെ ആ റിസൾട്ട് പാരാതൈറോയിഡിൻ്റെ നോക്കുമ്പം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പോയി ടെസ്റ്റ് ചെയ്തു, അതപ്പോൾ നോർമലായി. ആ റിസൾട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. മെഡിക്കൽ കാര്യമൊന്നും എനിക്കറിയത്തില്ല, ഡോക്ടറാണ്. നേരത്തെ എത്ര ഉണ്ടായിരുന്നു? പാരാതൈറോയിഡിന്റെ പ്രശ്നമായിരുന്നു. ഓപ്പറേഷൻ ചെയ്യണമെന്നല്ലേ? ഓപ്പറേഷൻ ചെയ്യണം. അതുകൊണ്ട് എന്തായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്ന ശരീരത്തിൽ അല്ലേ? എനിക്ക് ആ പാരാതൈറോയിഡ് കൂടുമ്പം എൻ്റെ ബ്ലഡ് ബോൺസിലെ കാൽസ്യം ബ്ലഡിലേക്ക് ആവുമായിരുന്നു. എല്ലിലെ കാൽസ്യം ബ്ലഡിലേക്ക് ആകുമായിരുന്നു. അപ്പൊ ഇങ്ങനെ സർജറി അല്ലേ? സർജറി ചെയ്ത് ഇവിടെ മുഴകൾ പോലെ വരും. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പാരാതൈറോയിഡ് 3 എണ്ണം. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പാരാതൈറോയിഡ് 3 എണ്ണം ശരീരത്തില്. ഇപ്പൊ എങ്ങനെയുണ്ട്? നോർമലാണോ? ഒന്ന് മൈക്ക് കൊടുത്തേ ഒന്ന് ഡോക്ടറെ. 2 റിപ്പോർട്ടും ഇല്ലേ? 2 റിപ്പോർട്ടും ഉണ്ട്. ആദ്യത്തെ റിപ്പോർട്ട് ജൂൺ മാസം 8-ാം തീയതി എടുത്തതാണ്. അതിൽ പാരാതൈറോയിഡ് ഹോർമോണിന്റെ അളവ് ബ്ലഡിൽ വന്നിരിക്കുന്നത് 701 ആണ്. 701, അതായത് 68 വരെ വരാം. അത് 701 ആയിട്ട് നിൽക്കുകയാണ്. 68 വരെ വരാവുന്നത് 701-ലായിരുന്നു. പിന്നെ ജൂലൈ 1-ാം തീയതി ടെസ്റ്റ് ചെയ്തു. ജൂലൈ 1-ാം തീയതി അത് പ്രാർത്ഥിച്ചതിന് ശേഷം അല്ലേ? പ്രാർത്ഥിച്ചതിന് ശേഷം ഇതില് ഹോർമോണിന്റെ വാല്യൂ കിടക്കുന്നത് 50.8. കരങ്ങളടിച്ച് ശക്തിയോടെ കരങ്ങളടിച്ച് അത്ഭുതങ്ങൾ ചെയ്യുന്ന ഈ നല്ല കർത്താവിന് 700-ന് മേളിൽ കടന്നതിനെ 50-ലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഈ യേശു ഇന്നും ജീവിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശു ഇന്ന് പകലും ഇതിനകത്ത് രോഗികൾ സൗഖ്യമാകട്ടെ. കർത്താവേ, ഈ സഹോദരിക്ക് കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് നന്ദി.